നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുകയാണ്. ഉച്ചയോടെ കൊച്ചിയിലും എത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്കാണ് പോകുന്നത്. തേക്കിൻകാട് മൈതാനം ചുറ്റുമുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ പൂർത്തിയായിട്ടുണ്ട്. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ലധികം പോലീസുകാരെ വിന്യസിപ്പിക്കും. വൻ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി 2:15 സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. തുടർന്ന് നായിക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോ. അതിനുശേഷം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും. ചില മതനേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ BJP നേതാക്കളും ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകും. പിണറായി വിജയന്റെ ബ്രാൻഡ് കേരളയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ശോഭന. കേരളീയത്തിന്റെ ഉദ്ഘാടനത്തിൽ പിണറായിക്കൊപ്പം ശോഭനയും വേദി പങ്കിട്ടിരുന്നു. അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയും അടക്കമുള്ളവരാണ് കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന പ്രഖ്യാപനവും നടത്തി. ഈ ശോഭനയാണ് BJPയുടെ പ്രചരണത്തിലും ഭാഗമാകുന്നത്. ശക്തന്റെ മണ്ണിലെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും. സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയ വിവാദവുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂട്ടി. ഇതിനൊപ്പം ക്രൈസ്തവ ബിഷപ്പുമാർക്കായി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെയും CPM മന്ത്രി സജി ചെറിയാൻ രോമാഞ്ചമാക്കി മാറ്റി. ഇതെല്ലാം കേരളത്തിലേക്കുള്ള വരവിൽ മോദിക്കും ചർച്ചയാകും. ശോഭനയുടെ സാന്നിധ്യം സമ്മേളനത്തിനെത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് ആവേശവുമാകും. അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് വിശദീകരിച്ച ചുവരെഴുത്തുകൾ തൃശൂരിൽ BJP തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകുമെന്ന കാര്യത്തിലും സംശയമില്ല.